പതിവാ. 5 മണിക്ക് എഴുന്നേക്കും. കാപ്പി. കുളിക്കാതെയോ? എനിക്കൊന്നും വേണ്ടപ്പാ. അതെ, ടീച്ചറുടെ കുളിദേവാരം കഴിഞ്ഞിട്ട് ഇവിടെ കാപ്പി എന്നൊരു സാധനം കിട്ടാറുള്ളൂ. കുട്ടി ചെയ്ത് ഏതായാലും നന്നായി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു ഗ്ലാസ് ചൂട് കാപ്പി കിട്ടുക എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അതൊരു പ്രത്യേക ഉഷാറാ. ടീച്ചർക്ക് അത് മനസ്സിലാവില്ല. നല്ല അസല് കാപ്പി മാഷേ, ടീച്ചർ ഉണ്ടാക്കാറുള്ള പോലെ തന്നെ. വർത്തമാനം പറഞ്ഞോണ്ടിരുന്നാലേ മായമ്മയ്ക്ക് ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസം തുറക്കട്ടെ. മാഷ് വേണം ഈ കുട്ടിയെ കോളേജിൽ കൊണ്ടുവന്നാക്കാൻ. പറഞ്ഞ പോലെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ. ഞാനിപ്പോഴേ റെഡി. ചെറുക്കമല്ലോ അമ്മാവോ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വയസ്സുകാലത്ത് ഇങ്ങനെ ദിവസവും കൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് 10-35 കൊല്ലം മേച്ചോണ്ട് കിടന്നവനാ ഞാൻ. മര്യാദക്കിരുന്ന് വല്ലതും പഠിക്കാനുള്ളതിന് പകരം ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ വലിയ താല്പര്യമില്ലാത്ത വീട്ടിലൊക്കെ ഒഴിഞ്ഞു മാറി. ഇപ്പോൾ അതിനെ പറ്റി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. മാഷേ, ഓക്കെ കാണാം. രാമുണ്ണി മാഷല്ലേ? അതെ. നമസ്കാരം മാഷെ. നമസ്കാരം. മാഷക്ക് എന്നെ മനസ്സിലായോ? കണ്ടിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പറഞ്ഞാ ചിലപ്പോ അറിയും. പള്ളിക്കര സ്കൂളില് 6ൽ 2 വർഷം തോറ്റപ്പോ അപ്പച്ചൻ വന്ന് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് മാറ്റിയില്ലേ ഒരു ജോസഫ്. ഓ, ജോസഫ്. തല്ലുകൊള്ളി ജോസഫ്. വള്ളിക്കളസോ വിട്ട് മൂക്കളെ ഒലിപ്പിച്ച് നീർക്കോലി പോയിരുന്ന ചക്കൻ. നിന്റെ തൊടയിൽ ഇപ്പോഴും കാണണമല്ലോ എന്റെ ചൂരലിന്റെ പാടല്ലേ? ചേർന്നത് ലിറ്ററേച്ചറാണ്. ഓ, അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. കേട്ടോ മാഷേ, നമ്മൾ ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണിത്. എന്നെ പഠിപ്പിച്ച് എന്റെ കണ്ണ് തെളിയിച്ച മാസ്റ്റർ മകളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുക അല്ലേ? വരൂ മാഷേ. ആ, എത്തിയില്ലോ അധ്യക്ഷൻ. എല്ലാരെക്കാളും മുമ്പേ എത്താറുള്ള മേൻ എന്താ ഇന്നിത്ര വൈകിയത്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? എന്തേ? ഞാനും പുലർച്ചയ്ക്കേ അറിഞ്ഞുള്ളൂ. ഓടിപ്പിടിച്ച് അവിടെ ചെന്ന് പറ്റിയപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞു. എന്താ കാര്യം തെളിച്ചു പറയാൻ മേന്നെ? നമ്മുടെ പരമേശ്വരൻ നായർ ഇന്നലെ രാത്രി അമ്മയ്ക്ക് അച്ഛന് പേടിയായിരുന്നു എന്നാ തോന്നിയിട്ടുള്ളത്. ഒന്നും പറയുമായിരുന്നില്ല എന്നോട്. ഞാൻ കുട്ടിയല്ലേ. ദിവസവും രാത്രി അമ്മ ആരും കേൾക്കാണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയും. ആ തേങ്ങല് കേട്ട എന്നും ഞാൻ ഉറങ്ങാറ്. മരിക്കുന്നതിന്റെ തലേന്ന് കൂടി എന്നോട് പിറ്റേന്ന് രാവിലെ കുളക്കടവില് മരിച്ചു കിടക്കണതാ കണ്ടത്. ഒന്നേ നോക്കിയുള്ളൂ. പലരും പലതുമൊക്കെ പറഞ്ഞു. ഏതാ ശരിയെന്നും സത്യം അറിഞ്ഞൂടാ. അറിഞ്ഞിട്ടും എന്താ, അമ്മ പോയില്ലേ. അന്നും അതെ ഇന്നും അതെ. അച്ഛന്റെ നിഴല് കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. കുട്ടിയുടെ അച്ഛൻ തിരുമേനിയെ പോലൊരാളിന്റെ അടുത്തല്ല നങ്ങയമ്മ ചെന്ന് ചേരേണ്ടിയിരുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പാവം. വിളക്ക് വെച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ വേറെ ഒരു വിഷയവും കിട്ടില്ല രണ്ടാൾക്കും. മരണവും മരിച്ചവരെയും കുറിച്ചുള്ള വർത്തമാനം നിർത്തുക.
ആരാത്? ഞാനാ മായ. മായ കുട്ടിയാണല്ലോ അത്. എന്താ കുട്ടി? എന്താ? മോളിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു. അയ്യോ, അകത്തേക്ക് വരൂ. വരൂ കുട്ടി. വരൂ. ഇവിടെ കിടന്നോളൂ. വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ഇവിടെ കിടന്നോളൂന്നേ. സാരില്ല. മാഷെ, കട്ടില് ലേശം. പുതയ്ക്കണോ? വേണ്ട. സമയം എത്രയായി? ഷോ, ഈ കുട്ടിയെ കാണാനില്ലല്ലോ. നേരം കുറെ ആയി. ദേ, ഇപ്പൊ ഒന്നും പറയാൻ പോണ്ട. പതുക്കെ. ഞങ്ങളെ ആകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മായമ്മേ നീ. സമയം എത്രയെന്നറിയോ? എന്താ ഇത്ര വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എന്തിന്റെ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു കുട്ടിക്ക്? ഇംഗ്ലീഷിന്റെ. ആരാ? ആ പ്രൊഫസർ ജോസഫാ? ആ, അയാളെ ചെയ്യൂ ഇതൊക്കെ. അവനവന്റെ മക്കള് സ്കൂളിലും കോളേജിലും പോയിട്ട് കൃത്യസമയത്ത് മടങ്ങി വരാണ്ടാവുമ്പോ വീട്ടിലിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ വേവലാതി വല്ലതും അവർക്കറിയണോ? പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരാനെങ്ങാനും വൈകിയ വഴിയിലേക്ക് കണ്ണും നട്ട് വേലിക്കൽ വന്ന് നിൽക്കുമായിരുന്നു എൻ്റെ അമ്മ. നിങ്ങൾ ഇന്നലെ കടവിൽ കാത്തു നിൽക്കണ കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നത്. ഞാൻ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ. മായമ്മ എന്നോട് ചോദിച്ചത് കേട്ടോ മാഷ്? എന്തേ? എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്.